മനോജിൻ്റെ വയസ്സ് രമേഷിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയേക്കാൾ 2 കുറവാണ്. രമേഷിൻ്റെ വയസ്സ് മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടിയാൽ മതി. മധുവിന് 6 വയസ്സ്, മനോജിൻ്റെ വയസ്സ് എത്ര? ഇതിൽ ആദ്യം മനോജിൻ്റെ പേര് പറയുന്നുണ്ട്, മനോജ്. അടുത്ത ആൾ രമേഷ്, അടുത്ത ആൾ മധു. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ അവസാന മാർക്ക് കിട്ടുവരിക. അവസാന മാർക്ക് മധുവിന് 6 വയസ്സാണ്. മധുവിന് 6 വയസ്സ്. രമേഷിൻ്റെ വയസ്സ് മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടുക. രമേഷിൻ്റെ വയസ്സ് കിട്ടാൻ മധുവിൻ്റെ വയസ്സിൻ്റെ 2 ഇരട്ടി പറഞ്ഞാൽ ഇരട്ടിയാണ്. മധുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 6ൻ്റെ ഇരട്ടി 12, അതിനോട് 1 കൂട്ടുക. അപ്പോൾ രമേഷിൻ്റെ വയസ്സ് 13. അടുത്തത് മനോജിൻ്റെ വയസ്സോ? രമേഷിൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയേക്കാൾ 2 കുറവ്. ഇതിൻ്റെ 4 ഇരട്ടിയേക്കാൾ 2 കുറവ്. ഇതിൻ്റെ 4 ഇരട്ടി 4, 13, 52. അതിന് 2 കുറവ്. 52 2 കുറച്ച് 50. അപ്പോൾ മനോജിൻ്റെ വയസ്സ് 50 ആണ്. ഉത്തരം മനോജിൻ്റെ വയസ്സ് 50.